ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന് സെല്ലിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, കേരളം മുഴുവൻ ആകാംക്ഷയോടെ ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ഗോവിന്ദചാമി അതിസുരക്ഷയുള്ള ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടിയത് എന്നുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത്? സ്വാതി, നേരത്തെ ഈ ഗോവിന്ദചാമി മുറിച്ചു മാറ്റിയ സെല്ലിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ സെല്ലിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്തെ ഒരു പാളി കമ്പികൾ മുറിച്ചു നീക്കുന്നു. അതിനടിയിലൂടെയാണ് താഴേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ആദ്യം ഈ കമ്പികൾ മുറിച്ചു മാറ്റിയതിന് ശേഷം ഗോവിന്ദചാമി കൈ ഈ സെല്ലിന് പുറത്തേക്കിടുന്നു. പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം ഈ അകത്ത് നിന്ന് ഒരു കെട്ട്, ഒരു സഞ്ചിയോ മറ്റോ എടുത്തതിന് ശേഷം ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജയിലിലെ 10B എന്ന് പറയുന്ന ആ ബ്ലോക്കിലെ സെല്ലിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ഗോവിന്ദചാമി വരുന്ന ദൃശ്യങ്ങൾ കാണാം. ആദ്യം കൈ പുറത്തേക്കിട്ട് ഇഴഞ്ഞ് വരുന്നു, കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കമിഴ്ന്ന് കിടന്ന് പുറത്തേക്ക് വരുന്നു. അതിന് പിന്നാലെ അവിടെ എഴുന്നേറ്റ് ഇരുന്ന് സെല്ലിനകത്തേക്ക് കൈയിട്ട് അവിടെ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നത്, അത് ഒരു സഞ്ചി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമിയുടെ പുറത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തലയിലൊരു വസ്തു വെച്ചുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ കാണുന്നത്. ഈ സെല്ലിനകത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഈ സഞ്ചി തന്നെ ആവണം തലയുടെ അകത്ത്, തലയ്ക്ക് മുകളിൽ അങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സുരക്ഷയുണ്ട് എന്ന് പറയുന്ന, അതീവ സുരക്ഷിതമെന്ന് പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10B എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് നിന്ന് ഗോവിന്ദചാമി എങ്ങനെ പുറത്ത് കടന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. സെല്ലിൻ്റെ അടിഭാഗം, അതായത് സെല്ലിൻ്റെ കമ്പികളുടെ അടിഭാഗം ആദ്യം അറുത്തു മാറ്റുന്നു. അതിനുശേഷം തൻ്റെ ശരീരം അതുവഴി പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പുവരുത്തുന്നു. കൈയാണ് ആദ്യം കൈ പുറത്തേക്കിട്ട് കമിഴ്ന്ന് കിടന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് ശരീരമാകെ എത്തിക്കുന്നു. അതിനുശേഷം അവിടെ ആ സെല്ലിന് മുന്നിൽ തന്നെ എഴുന്നേറ്റ് അവിടെ ഇരുന്നതിന് ശേഷം ഈ സെല്ലിനകത്തേക്ക് കൈ കൊണ്ടുപോയി അവിടെ വെച്ച എന്തോ ഒരു സാധനം, ഒരു സഞ്ചിയാണെന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന CCTV ദൃശ്യമാണ് ഒന്ന്. മറ്റൊന്ന് അതുപോലെ തന്നെ ജയിൽ കോമ്പൗണ്ടിനകത്ത് ഗോവിന്ദചാമി നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഉണ്ട്. അത് 1:17 ഏകദേശം 1:17 ആ സമയത്തുള്ള ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ജയിൽ ചാടിയ ദിവസം പുലർച്ചെ 1:17 പതുങ്ങി പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് മറ്റൊന്ന് CCTV ദൃശ്യം, ജയിലിനകത്ത് നിന്ന് തന്നെ ഉള്ള ഒരു CCTV ദൃശ്യം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അതായത് ഗോവിന്ദചാമി ജയിൽ ചാടിയ ദിവസം നമ്മൾ നൽകിയതാണ് 1:16 എന്ന് പറയുന്ന സമയത്താണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ 10B ബ്ലോക്കിൽ നിന്ന് ആ സെല്ലിൻ്റെ കമ്പി മുറിച്ച് പുറത്തേക്ക് കടക്കുന്നതെന്ന് കൃത്യമായിട്ടായിരുന്നു ആ സമയം നമുക്ക് ലഭിച്ചതെന്ന് കൂടിയാണ്. കാരണം 1:14 കഴിഞ്ഞ് 47 സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന സമയത്തിനുള്ളിൽ കൈ പുറത്തേക്കിട്ട് ഗോവിന്ദചാമി പിന്നീട് സെല്ലിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നു. അവിടെ നിന്നൊരു സഞ്ചി എടുക്കുന്നു, ഓടിപ്പോകുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ ഏകദേശം 1:17 ആകുന്ന സമയമാണ്. ആ സമയത്ത് പതുങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഏതായാലും വളരെ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദചാമി എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഇത്രയും സുരക്ഷയുള്ള ബ്ലോക്കിൽ നിന്ന് പുറത്ത് ചാടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നേരത്തെ നമുക്ക് ലഭിച്ച ചിത്രമുണ്ടായിരുന്നു, അതായത് ഈ സെല്ലിൻ്റെ ചിത്രമുണ്ടായിരുന്നു. എന്തായാലും അതിനിർണായകമായ ദൃശ്യമാണ്. ഗോവിന്ദചാമി ജയിലിൽ ചാടുന്ന ദൃശ്യമാണ് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. സെല്ലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.